ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അങ്ങനെ ന്യൂ ഇയർ ആയി 2026. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഈ 2026 എന്ന് പറയുന്ന വർഷം നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വർഷമാണ്. വേറെ ഒന്നുമല്ല, 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫൈ ചെയ്ത കുറേയധികം പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ് 2026 നടക്കുക. അപ്പോൾ ഏജ് ഓവറാകാൻ പോകുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ പ്രതീക്ഷയോടുകൂടി അടുത്തൊരു എക്സാമെങ്കിലും ക്രാക്ക് ചെയ്യണമെന്ന് തീവ്രമായ ആഗ്രഹത്തിൽ പഠിക്കാനിരിക്കുന്നവരുണ്ടാവും. മെയിൻലി ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, പിന്നെ ഡിഗ്രി ലെവലിലുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇതിനൊക്കെ LGS അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനൊക്കെ ധാരാളം ഒഴിവുണ്ടെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാം എന്തായാലും നേടിയേ പറ്റൂ, അല്ലാതെ സാധിക്കില്ല. അത്രയും തീവ്രമായ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരുണ്ടാവും, പഠിക്കാൻ ഇരിക്കുന്നവർ. കുറേയധികം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ഇതിനു വേണ്ടി ഇരിക്കുക. ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കുക. പാസ്റ്റ് കഴിഞ്ഞതെല്ലാം അത് പോയി. ഇന്ന് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ ഒരു തീവ്രമായ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി അതിന് നിരന്തരമായ പരിശ്രമം തന്നെയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. സോ ഇതുവരെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ട് എങ്കിൽ, എസ്പെഷ്യലി LGSനൊക്കെ ധാരാളം ഒഴിവുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ LGS, VFA, LDC ഇങ്ങനെയുള്ള 10th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ പഠിച്ചു തുടങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് ഉള്ളവരുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾക്കൊരു റിഫ്രഷ് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു ന്യൂ ഇയറിലെ ന്യൂ ഡേയിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഇതിനെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സോ ദാറ്റ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു നിമിഷം പോലും വെറുതെ കളയാതെ നമ്മളുടെ ഈ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം എന്നുള്ളത് പറയാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് അല്ലെ, താല്പര്യം. നമ്മളുടെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത്രത്തോളം നന്നായിട്ട് വരുള്ളൂ കേട്ടോ, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നന്നായിട്ട് വരുള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നത് പോലെ ഉണ്ടാവുള്ളൂ. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇതുവരെ നിങ്ങൾ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു എക്സാംസ് എന്നൊക്കെ പറയുന്നത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, അവസരങ്ങൾ നമ്മളെ കാത്തു നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളെ തന്നെ മാറ്റിയെടുക്കണം അല്ലെ. അപ്പോൾ എത്രയൊക്കെ നമ്മളിപ്പോൾ വലിയ വലിയ കോച്ചിങ് എടുത്താലും, ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും, അവിടെ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളത് കൃത്യമായി ചെയ്യുന്നു. എന്ത് ഇതിലേക്ക് നമ്മൾ കയറിയാലും അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്ത പക്ഷം നമുക്ക് അതിലൂടെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. അത് ഒന്നിൻ്റെയും കുഴപ്പം കൊണ്ടല്ല, നമ്മളുടേതായിട്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കുറേ കുഴപ്പങ്ങളാണ്. ഓക്കെ, സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വില്ലൻ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. ഓക്കെ, സോ ഒരിക്കലും സാഹചര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കരുത്. എന്തൊക്കെ ഇതുണ്ടായി എന്ന് പറഞ്ഞാലും, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീമിന് വേണ്ടി കുറച്ച് നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിർത്തിപ്പോകാൻ എല്ലാവർക്കും എളുപ്പമാണ്, കണ്ടിന്യൂ ചെയ്യാനാണ് പാട്. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. സോ അതിനെയൊക്കെ മറികടന്ന് നിങ്ങളുടെ ഈ ഒരു ഡ്രീം ജോബ് എന്നുള്ള ഒരു ലോങ് ജേർണി അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു വർഷമെങ്കിലും, ഇനി കഴിഞ്ഞ വർഷങ്ങൾ പോലെ ആകില്ല, അടുത്തൊരു വർഷത്തിലേക്കെങ്കിലും നമുക്ക് ഇതിലേക്ക് കയറി ഇരുന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി തീർച്ചയായിട്ടും ഓരോ മൊമെന്റും നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വളരെയധികം തീവ്രമായി പരിശ്രമിക്കണം. മാനിഫെസ്റ്റേഷന്റെ പവർ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കത് കിട്ടിയേ തീരുള്ളൂ അല്ലെ. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളുടെ ബ്രെയിൻ തന്നെ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ പറയാണ്. ഒന്നാമത്, ഇതുവരെ LGS, VFA, LDC കൃത്യമായിട്ട് തുടങ്ങാത്തവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ അങ്ങനെ കൃത്യമായി ചെയ്തില്ല, അല്ലെങ്കിൽ നോക്കി പോയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ സിലബസ് നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഏത് എക്സാം ആണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിന്റെ കംപ്ലീറ്റ് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, വെദർ ഇറ്റ് ഈസ് VFA, LGS ഓർ LDC എന്താണെങ്കിലും. ഇനി LGS മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇനി ഈ പറയുന്ന എക്സാംസ് മൂന്നും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഇത് നമ്മൾ ഒരേ ഇരിപ്പിൽ തന്നെ ഈ പറയുന്ന എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. നമ്മളെല്ലാം എഴുതാനും ശ്രമിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ PSC ആസ്പിരന്റ് എന്ന് പറയുന്ന ഒരു ആൾക്ക് ഇത് ബൈ ഹാർട്ട് ആയിരിക്കും അല്ലെ. എക്സ്ട്രാസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് VFAക്കും LDCക്കും വരിക. സോ ആദ്യം LGS ഫോക്കസ് ചെയ്ത്, അതായത് LGSൽ പറയുന്ന ഏത് ടോപ്പിക്കും അതിന്റെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. നിങ്ങൾ LGSന്റെ ആ ടോപ്പിക്സ്, LGS ആണ് ഫോക്കസ് ചെയ്യുന്നത്, LGSനും ഈ VFAയും LDC ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ടോപ്പിക്സ് നല്ല ഇൻഡെപ്തിൽ തന്നെ പഠിക്കുക, LGSന്റെ കംപ്ലീറ്റ് ടോപ്പിക്സ്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ VFAയുടെയും LDCയുടെയും നോക്കുന്നവരാണെങ്കിൽ അതിന്റെ എക്സ്ട്രാ ടോപ്പിക്സ് കവർ ചെയ്യുക.
സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന 3 നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ആൻഡ് ഡിഗ്രി ലെവലാകുമ്പോൾ ഡിഗ്രി ലെവലിൻ്റെ ഒരു ടഫ്നെസ്സും ഡിഗ്രി ലെവലിൻ്റെ സിലബസും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവിടെ എന്ത് ചെയ്യുക, ഇതേപോലെ ഡിഗ്രി ലെവലിലുള്ള എക്സ്ട്രാസ് നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ആ എക്സ്ട്രാസും കൂടെ ലാസ്റ്റ് പഠിക്കാൻ ശ്രമിക്കാം. സോ ഐ തിങ്ക് അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിലബസ് നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ വെറുതെ അവിടെ നിന്ന് ഇവിടുന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ജിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അനലൈസ് ദ ക്വസ്റ്റൻ പേപ്പേഴ്സ് റിലേറ്റഡ് ടു ദ കറസ്പോണ്ടിങ് എക്സാംസ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ നടന്ന ഇപ്പോൾ ഈ LGS ആണെങ്കിലും കഴിഞ്ഞ ഇതിൽ നടന്നിട്ടുണ്ട്, വേരിയസ് LGSൻ്റെ ഒക്കെ എക്സാം നടന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ട്. അപ്പോൾ ഒരു 2021 മുതൽ 25 വരെ നടന്നതിൽ LGS രീതിയിൽ നടന്ന പരീക്ഷാ പേപ്പറുകൾ ഒന്ന് അനലൈസ് ചെയ്യുക. അവർ ഏതൊക്കെ മേഖലയാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇനി VFAയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ആ ഒരു ലെവലിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു, LDCയുടെ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങളിൽ നിന്ന് എന്തൊക്കെ വന്നു. ഇത് നിങ്ങൾ തുടക്കം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, 1-2 പേപ്പേഴ്സ് ഒന്ന് മനസ്സിലാക്കുക. അതായത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് PSC എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദി കറക്റ്റ് SCERT ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ടു ദി എക്സാം. എല്ലാ ഈ പറയുന്ന ഡിഗ്രി ലെവലാണെങ്കിലും 10th ലെവലാണെങ്കിലും +2 ലെവലിലാണെങ്കിലും എല്ലാ എക്സാംസിന് SCERT ചാപ്റ്റേഴ്സ് കമ്പൽസറി ആണ്. ഓക്കെ, സോ 5 to 10 വരെയുള്ള SCERT ക്ലാസ്സസിലെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ SCERT പാഠഭാഗങ്ങളെല്ലാം ഒന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഈ SCERT ഓരോ ക്ലാസ്സുകളിലെ കുട്ടികളും പഠിക്കുന്ന 1 വർഷം 2 വർഷം അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇത്രയും കൊല്ലം കൊണ്ട് പഠിക്കുന്നതാണ് നമ്മൾ 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ. വേണ്ടത് മാത്രം നമുക്ക് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുള്ളത് പഠിക്കേണ്ടത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ SCERT വെറുതെ പഠിക്കുകയല്ല വേണ്ടത്, അതിലൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു പോകാൻ ശ്രമിക്കണം. ഓക്കെ, SCERTയിൽ ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ, സോ അത് മാത്രം പഠിച്ചാൽ മതി എന്ന് വിശ്വസിച്ചല്ല ഇരിക്കേണ്ടത്. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സെർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് എ കറക്റ്റ് സ്റ്റഡി പ്ലാൻ. ഓക്കെ, നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് വേറെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുൻപ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ റഫ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ പർച്ചേസ് ചെയ്തവർക്ക് ഞാൻ ഓൾറെഡി ഇത് സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നുണ്ട്. ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് പോലെയാണ്. ഓക്കെ, നമുക്ക് ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വിഷയങ്ങൾ വാങ്ങിക്കുന്നു, നമുക്ക് ടഫായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ ഓർഡറിലാക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പഠിച്ചു തീർക്കേണ്ടത്, നമ്മൾ നമ്മളുടെ പ്രിഫറൻസ് വെച്ചിട്ട് നമ്മളുടെ ടൈമിന് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റഡി പ്ലാൻ മേക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് 5th വൺ വേറൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ട് ഒരു മിനിമം 5 hours ഓഫ് സ്റ്റഡി എങ്കിലും ഡെയിലി നടത്താൻ ശ്രമിക്കണം. ഓക്കെ, അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരന്തരമായി അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്താലും നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യണം. അല്ലാതെ വെറുതെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. സോ മിനിമം 5 hours സ്റ്റഡി എങ്കിലും നടത്താൻ ശ്രമിക്കണം. അതൊരു കണ്ടിന്യൂസ് സ്റ്റഡി ആണെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ബ്രേക്ക് എടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, മിനിമം ആണ് ഞാൻ 5 hours പറഞ്ഞത്. മാക്സിമം നിങ്ങളുടെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും അനുസരിച്ച് മാറ്റാം. ഓക്കെ, കാരണം ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പഠിക്കാം. പക്ഷേ ഒരിക്കലും സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓവർ സ്ട്രെസ്ഡ് ആകും തോറും നമ്മുടെ ഹെൽത്ത്, അത് ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ, വളരെയധികം നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വെറുപ്പുളവാക്കുന്ന രീതിയിൽ പഠിക്കാൻ നിൽക്കാതെ കുറച്ച് ഇൻട്രസ്റ്റോടു കൂടി ഒരു മിനിമം അവേഴ്സ് കീപ്പ് ചെയ്ത് എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ 6th വൺ എന്ന് പറയുന്നത് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ റെലവൻസ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും സ്പീഡ് കൂട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ കുറേ വൈഡായിട്ട് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു, അത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇന്നത്തെ ഈ PSCയുടെ ട്രെൻഡിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന രീതിയിൽ പഠിക്കാൻ, അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക്
ആ ഒരു ഓരോ ദിവസവും പഠിക്കുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനിയാണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. വെതർ നിങ്ങൾ ഇപ്പോൾ ഒരു കോച്ചിങ് എടുത്തിട്ടുള്ള ആളാണെങ്കിലും സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. പക്ഷെ നമ്മൾ സ്വയം ഫോളോ അപ്പ് ചെയ്യണമെന്ന് മാത്രം ഈ കാര്യങ്ങൾ. ഓക്കെ, സോ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ ഒരു മാസം കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ കാണും. ഓക്കെ, ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിനോട് കൂടി വീക്ക്ലി എങ്കിലും PYQs എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തീർച്ചയായിട്ടും നല്ലോണം മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ ഉത്തരങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഇത് കുറച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ലേറ്റസ്റ്റ് അവരുടെ ട്രെൻഡ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. ചിലതൊക്കെ റെപ്പറ്റീഷൻ ആണ്. ഈ റെപ്പറ്റീഷനിലൂടെ നമുക്ക് എന്തോരം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന അറിയവരുടെ. സോ വീക്ക്ലി PYQs ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മന്ത്ലി റീക്യാപ്പ് ഓഫ് വാട്ട് യു ഹാവ് സ്റ്റഡി. ഓക്കെ, അതായത് നിങ്ങൾ ഇതിൽ ഒരു പോർഷൻ വരെ പഠിച്ചതിന്റെ റീക്യാപ്പ്, ഇതൊരു റിവിഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഇതിന്റെ ഒരു റീക്യാപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഇത് ഞാൻ എൻ്റെ പഠനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഇതിൽ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമാണ്. ഈ പറയുന്ന ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, വീക്ക്ലി PYQs, മന്ത്ലി റീക്യാപ്പ് ഒക്കെ ഞാൻ എൻ്റെ പഠനത്തിൽ ചെയ്യുന്ന കാര്യമാണ്. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഓൾസോ. ഓക്കെ, അപ്പം ഞാനിത് ഓൾറെഡി എന്താണ് എൻ്റെ ഇതിൽ ജോയിൻ ചെയ്തവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരമാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്താണെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യു ക്യാൻ ട്രാക്ക് യുവർ ഗ്രോത്ത്. നിങ്ങൾ എത്രത്തോളം എത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തന്നെ ബൂസ്റ്റ് ആവും. ഓക്കെ, സോ ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ക്ലിയർ, ഇപ്പം എന്തെങ്കിലും വെക്കാതെ ക്ലിയർ ചെയ്ത് പോകുക കേട്ടോ. അല്ലെങ്കിൽ അത് വെറുതെ ഉള്ളൊരു കാര്യമായിട്ട് മാറും. ഓക്കെ, സോ നമ്മളുടെ ഇത്രയും ഇതിൻ്റെ കൂടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ബി കോൺഫിഡൻറ്റ് എന്നുള്ളത്. കാരണം നമ്മളിലൊന്ന് വിശ്വസിച്ചിരിക്കണം. നമ്മളുടെ ആ ഒരു ടാലൻറ്റ്, നമ്മളുടെ ഉള്ളിൽ നമ്മൾ അറിയാത്ത ഒരു സ്കിൽ ഉണ്ടാകാം. ഓക്കെ, അതായത് നമ്മൾ എന്നും നമ്മളുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് നമ്മളുടെ ആ ഒരു ജീവിതവും മാറി മറിയുക കേട്ടോ. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്കിത് ബെറ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം ഓരോ എക്സാമിനെ റിലേറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇതിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ ഇത്രയും കണ്ട കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ നിങ്ങൾ LGS പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു 70 മാർക്സോളം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കാര്യമാണ്. ബാക്കിയുള്ള 30 മാർക്സ് എന്ന് പറയുന്നതിൽ 20 കറണ്ട് അഫയേഴ്സും 5 എന്ന് പറയുന്നത് പിന്നെയുള്ളത് ഈ പറയുന്ന കുറച്ച് എക്സ്ട്രാസ് എന്നുള്ള രീതിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 70 മാർക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച SCRTയും അതുപോലത്തെ കാര്യങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ അധികം വൈകാതെ നിങ്ങൾക്ക് 70 മാർക്ക് കോൺഫിഡൻ്റ്ലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ആ കറണ്ട് അഫയേഴ്സിലൊക്കെയാണ് നമ്മുടെ ആ ഭാഗ്യ നിർഭാഗ്യങ്ങൾ കിടക്കുന്നത്. നമ്മൾ അതിനൊക്കെ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നതിലാണെങ്കിലും അതുപോലെ തന്നെ SCRT ക്ലാസ് കംപ്ലീറ്റ് വിത്ത് അസോസിയേറ്റഡ് ഫാക്ട്സ്. ഓക്കെ, ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വെറും കാര്യങ്ങൾ കൂടാതെ എക്സ്ട്രാ ഫാക്ട്സ് ഓർഡറിൽ കിട്ടാനും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും ഈ പറയുന്ന ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇനി ഈ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടിൽ എക്സാം, അതായത് എക്സാം വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫുള്ള് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പഠിച്ച് എത്ര വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ഇതൊരു ക്വിസ് മോഡിലാണ് നടക്കുക. നിങ്ങൾക്കൊരു ടാർഗറ്റ് ടൈം ഉണ്ടാകും. ആ ടൈമിനുള്ളിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. കംപ്ലീറ്റ്ലി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സും ഇതൊക്കെ കൂടി ആണെങ്കിൽ 699 rupees ആണ് വരുന്നത്. എക്സാം വരെ ഉണ്ട് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞു ഈ 70 മാർക്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് എടുത്തവർക്ക് തീർച്ചയായിട്ടും ഞാൻ കറണ്ട് അഫയേഴ്സും ഫ്രീ ആയിട്ട് PDF പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, പിന്നെ 499 rupees അത് ഈ പറയുന്ന SCRT ക്ലാസ് മാത്രമാണ്. കംപ്ലീറ്റ് 5 to 10 വരെയുള്ളവർക്ക് 5 to 10 SCRT ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പാർട്ട് 1 പാർട്ട് 2ൻ്റെ കംപ്ലീറ്റ് ഈ പറയുന്ന സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കിട്ടുന്നതായിരിക്കും. ഇത് അത്രത്തോളം ഉണ്ട്. നമ്മൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനെ
നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. സോ ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇതും എക്സാം വരെ തന്നെയാണ് SCRT ക്ലാസ്സും. ഇവർക്കും കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഏത് പരീക്ഷയിലും വളരെ ഈസി ആയിട്ട് ഒരു റാങ്ക് നേടാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിന് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടിൽ 1% ആയിരിക്കണം നിങ്ങളുടെ എഫേർട്ട്. 1% പോലും കുറവുണ്ടാവരുത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ട ഈ പറയുന്ന രീതിയിലുള്ള SCRT, അതുപോലെ PYQ, കറണ്ട് അഫയേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പകുതി ധൈര്യത്തോടു കൂടി തന്നെ ഇരിക്കാൻ പറ്റും. എന്താണ് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ റാങ്കിൻ്റെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, പിന്നെ ആർക്കും കിട്ടാത്തത് ആരുടെയും കഴിവുകേട് കൊണ്ടല്ല, പിന്നെ അത് നമ്മൾ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ചില മിസ്റ്റേക്സ് കൊണ്ട് മാത്രമായിരിക്കും. ഓക്കെ, അപ്പം നമുക്കത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറയുന്നത്, ഫോളോ ചെയ്യാൻ പറ്റണം. അവിടെ കോംപ്രമൈസ് ചെയ്യരുത്. അത്രയും നമുക്ക് ഒട്ടുമേ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും. സോ ഞാൻ നിങ്ങൾക്കൊരു എന്താ പറയുക, ഇതുവരെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ ഒന്നും കൂടെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ, എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒപ്പം എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും ജോയിൻ ചെയ്യാം. കാരണം സമയം വൈകിട്ടില്ല. നമുക്ക് മാക്സിമം റിവിഷൻസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ SCRT ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് SCRT ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്, PYQs ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇനിയും കൂടുതൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സും പിന്നെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാട്ടോ. ഓക്കെ, സോ വൺസ് അഗെയിൻ എല്ലാവർക്കും മൈ ന്യൂ ഇയർ വിഷസ്. അപ്പോൾ ഈ ഒരു 2026 എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. അത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഡോണ്ട് ഗിവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.